നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഡിവൈസായ സാംസങ് ഗാലക്സി M51 ആണ്. സാംസങ്ങിൻ്റെ ഗാലക്സി M51 ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. അൺബോക്സിങ് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. എൻ്റെ റിവ്യൂ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോഞ്ച് ആയിരിക്കുന്നത് 25 രൂപയ്ക്കാണ്. 6GB 128 GB വേരിയൻറ്റ്. പിന്നെ 8GB 128 GB വേരിയൻറ്റ് 27 രൂപയാണ്. പിന്നെ ഇതിന് 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ അമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ്. 420 ബ്രൈറ്റ്നസ് ഉണ്ട്. കോണിംഗ് എയർലെസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്നാപ്ഡ്രാഗൺ 730G ചിപ്സെറ്റ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ആൻഡ്രോയിഡ് 10 1 UI 2 ഡ്യുവൽ സിം ഉണ്ട്. അത് നാനോ സിമ്മും കൂടെ മൈക്രോ SD കാർഡ് ഇടാൻ പറ്റാതെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. പിന്നെ 64 MB റിയർ ക്യാമറയും 12 MB അൾട്രാ വൈഡ് ക്യാമറ, 5 MB ഡെപ്ത് സെൻസർ, 5 MB മാക്രോ സെൻസർ എന്നിവയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 MB f2.2 അപ്പറേച്ചറുള്ള ഫ്രണ്ട് ക്യാമറയുണ്ട്. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. പിന്നെ ഡ്യുവൽ വോൾജി വോട്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത 7000 mAh ബാറ്ററി വിത്ത് 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് ഭയങ്കര മികച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബോക്സിനകത്ത് എന്താ ഉള്ളതെന്ന്. ഇപ്പോൾ കറൻ്റ്ലി ഇത് ആമസോണിൽ പലപ്പോഴും കാർഡ് ഓഫർ വെച്ച് 20 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് 6GB വേരിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യുന്ന ഫോണാണോ നമുക്ക് ഈ അൺബോക്സിങ്ങിലൂടെ കാണാം. ഞാൻ ഫുൾ റിവ്യൂ ചെയ്യുന്നതാണ്. ബോക്സിനകത്ത് ആദ്യം നമുക്ക് ഫോൺ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ബ്ലൂ വേരിയൻ്റ് ആണ്, അതായത് ഇലക്ട്രിക് ബ്ലൂ വേരിയൻറ്റ്. പിന്നെ സെലക്ഷൻ ബ്ലാക്കും ഉണ്ട് എനിക്ക് സത്യം. അപ്പോൾ 2 കളറാണ് ഉള്ളത് ഇതിനകത്ത്. പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ USB Type C കേബിളാണ്. 25 രൂപയുടെ ഫോണാണ്. അപ്പോൾ നമുക്ക് USB Type Cക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാം. 10 രൂപയുടെ ഫോണിലൊക്കെ USB Type C കേബിൾ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ USB Type C കേബിൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 25 വാട്ട് ചാർജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന USB Type C കേബിളാണത്. പിന്നെ അതിനകത്ത് TPU കേസൊന്നുമില്ല. അതൊക്കെ വളരെ മോശമാണ്. 25 രൂപയുടെ ഫോണായിട്ട് TPU കേസ് ഇല്ലാത്തൊക്കെ വെറും ശരിയല്ല. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ 10 രൂപയുടെ ഫോണിൽ വരെ TPU കേസ് കിട്ടുമ്പോൾ, അതായത് ഒരു പ്രോഡക്റ്റ് പുതിയത് വരുമ്പോൾ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണ്ടേ. നമുക്കത് തന്നില്ലെങ്കിൽ ഇയർഫോൺ തരാത്തൊക്കെ സഹിക്കാം. നമ്മളൊരു പുതിയ കവർ കിട്ടുമ്പോഴേക്കും ഒരുപാട് സമയം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ്, ഇത് നല്ലതല്ല. ഒരു TPU കേസ് നമുക്ക് എന്തായാലും തന്നെ തൽക്കാലത്തേക്ക് ഒരു കവറുണ്ട്. അപ്പോൾ ഇത് 25 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജറാണ് തന്നിരിക്കുന്നത്. അതൊക്കെ കൊള്ളാം. ഇയർഫോൺ തന്നിട്ടുള്ള അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു TPU കേസ് എപ്പോഴും ഫോണിൻ്റെ ഒപ്പം തരണം. നമുക്ക് എന്തായാലും എൻ്റെ കവറ് പൊളിക്കാം. സംഭവങ്ങളെല്ലാം ഗ്ലാസ് പോലെയൊക്കെ തോന്നും, പക്ഷേ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ആണ്. അല്ലെങ്കിൽ സാംസങ് വിളിക്കുന്ന പോലെ ഗ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഓൾറെഡി പവർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. നിങ്ങൾക്ക് കാണാൻ ഡിസ്പ്ലേ 6.7 ഇഞ്ചാണ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ബാക്കിൽ സ്ക്വയർ, ഇതിൽ ക്യാമറ ആണ്. ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് ആണ്. ക്യാമറ കാണാം. നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സാംസങ്ങിൻ്റെ ഫോൺ പോലത്തെ അറേഞ്ച്മെൻ്റ് ആണ് ക്യാമറയിൽ. ഞാൻ സ്പെക്സ് ഒക്കെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ കേട്ടാണല്ലോ. 64 MB ഫൈൻ ക്യാമറ, IMX 682 സെൻസറാണ്. പിന്നെ 12 MB അൾട്രാ വൈഡ്. അങ്ങനെ സൈഡിൽ ഇത് വളരെ ഷൈനി ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പിന്നെ വോളിയം ബട്ടണും കാണാം. പിന്നെ താഴത്ത് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ കൂടാണ്ട് USB Type C കേബിൾ, പിന്നെ സ്പീക്കർ കാണാം. പിന്നെ ഈ സൈഡിൽ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കാണാൻ പറ്റിക്കണം. മേലെ നമുക്ക് മൈക്രോഫോൺ ഒരെണ്ണം കൂടി കാണാം. ഫോക്കസ് ചെയ്തിട്ട് പാടാണ്. ഭയങ്കര ഷൈനിയാണ് ഈ ഫോൺ, അതുകൊണ്ടാണ് ഈ ഫോക്കസിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഫ്രണ്ടിലെ ക്യാമറ, അതായത് പഞ്ച് ഹോൾ ക്യാമറ അല്ലേ, അങ്ങനെയുള്ള നമ്മൾ വിളിക്കുന്നത്. അപ്പം നമുക്ക് ഫോൺ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് സ്ലോട്ട് ഡ്യുവൽ സിം തന്നെ, അത് ഞാൻ ചടിക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണെന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെ അല്ലേ എന്ന്. അതെ, ഫോൺ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണെന്നാണ് ഒരു വിശ്വാസം. നമുക്ക് ഊരി നോക്കാം. അതെ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് 2 സിമ്മും, അത് ഡ്യുവൽ 4G തന്നെയാണ്, ക്വാളിറ്റി സപ്പോർട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ മൈക്രോ SD കാർഡ് ഇടാം. ഓക്കെ, അതൊരു നല്ല ഒരു കാര്യമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഞാനിങ്ങനെ സംഭവം അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയായിരുന്നു. അതാണ് ഞാൻ ആലോചിച്ച പേപ്പർ ഇതൊന്നും കണ്ടില്ലല്ലോ.
ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, തുറന്ന് നോക്കട്ടെ, 8 സെക്കൻഡ്. അതെ, പൗച്ചില്ല. ഞാൻ കുറേ കുറ്റമൊക്കെ പറഞ്ഞു, പൗച്ചില്ല ഫോണിൻ്റെ ഒപ്പം, തീർച്ചയായും ഇല്ല. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഒരു സിം കാർഡ് റിമൂവൽ ടൂളുണ്ട്. ഒബ്വിയസ്ലി എൻ്റെ കയ്യിൽ വേറെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ചാണ് ആദ്യം റിമൂവ് ചെയ്തത്. ഞാനും വിചാരിച്ചു പേപ്പർ കട്ടിങ്സ് ഒന്നുമില്ല, പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് കുലിക്കുന്നതാണ്. എന്തായാലും കവർ എന്തായാലും ഇല്ല, അപ്പോൾ അത് വിട്ടേക്കുക. നമുക്ക് തൽക്കാലത്തേക്ക് ഫോണൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഫോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് നോക്കാം. ഡിസ്പ്ലേ കാണാൻ ഇപ്പോൾ തന്നെ നല്ല രസമുണ്ട്, അത് ഓൾറെഡി ഞാൻ എടുത്ത് പറയുവാണ്. സൂപ്പറായിട്ട് ഡിസ്പ്ലേ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ആൻഡ്രോയിഡ് 10 ആണ് ഫോണിനകത്ത്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സെക്യൂരിറ്റി പാച്ച് കാണുന്നില്ലല്ലോ. 1 UI ആണ്. ഇതിന് ഗാലക്സി A സീരീസിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കുറവാണെന്നേ ഉള്ളൂ. അത് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സാണ്, അതൊക്കെ തരാവുന്നേ ഉള്ളൂ. പിന്നെ ഓഗസ്റ്റ് സെക്യൂരിറ്റി പാച്ചാണ്. അപ്പോൾ സംഭവം അത്യാവശ്യം ഡീസൻറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ നല്ലതാണ്. ഞാൻ ഈ ഫോൺ ഇറങ്ങിയപ്പോൾ തന്നെ എടുത്താണ്. ഞാൻ പറഞ്ഞില്ല, ഇത്തിരി വൈകിയാണ് അൺബോക്സിങ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. റിവ്യൂ ഇടാൻ ഇത്തിരി ലേറ്റായി പോയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അൺബോക്സിങ് ഇട്ടിട്ട് ഞാൻ റിവ്യൂ ഇടാമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റോറേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. 105 GB അവൈലബിൾ ആണ്. 128 GB, 106 GB ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് 128 GB. ധാരാളം, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് എക്സ്പാൻഡബിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാമറ സാമ്പിൾസ് എടുക്കാം. ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിനിങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്, വീഡിയോ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ മേലെയും നമ്മുടെ സാംസങ്ങിൻ്റെ സാധാരണ ക്യാമറയാണ്, സ്മാർട്ട് അസിസ്റ്റും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള 1 സെക്കൻഡ് ഷട്ടർ സ്പീഡ് നല്ലതാണ്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം ഡീസൻ്റ് ആയിരിക്കണം. പിന്നെ വീഡിയോ നമുക്ക് ഓക്കെ മോർ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്. അതെ, ഇതൊക്കെയാണ് സെറ്റിങ്സ്. പ്രോ മോഡൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പ്രോ മോഡൊക്കെ വെറുതെ സ്ലൈറ്റ് വെറുതെ ആയിരിക്കും, നൈറ്റ് മോഡൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. .4K വരെ വീഡിയോ റെക്കോർഡ് ചെയ്യും, തീർച്ചയായും 4K റെക്കോർഡിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും 4K റെക്കോർഡിംഗ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് സെറ്റിങ്സ്. ഓക്കെ, ഞാൻ പിന്നെ ചെക്ക് ചെയ്ത് 4K റെക്കോർഡിങ്ങിലേക്ക് മാറ്റി. അൾട്രാ വൈഡ് ആംഗിൾ എല്ലാം 4K റെക്കോർഡ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി തന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയാണ്. പക്ഷേ സാംസങ് ആണ്, ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. സെൽഫി ക്യാമറ നിങ്ങൾക്ക് കാണാം. ഞാൻ എന്ത് ചെയ്യും, കുറച്ച് സാമ്പിൾസ് തൽക്കാലത്തേക്ക് ഇടാം. അത് കഴിഞ്ഞ് എൻ്റെ ഫുൾ റിവ്യൂ അടുത്ത ആഴ്ച തന്നെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോണിനെ കുറിച്ച് എൻ്റെ അഭിപ്രായമൊക്കെ കാണാം. പിന്നെ കുറച്ച് ബ്ലോട്ട് വെയർ ഒക്കെ ഉണ്ട്, നമുക്ക് അത് കാണാമല്ലോ. സാമ്പിൾസൊക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ജസ്റ്റ് ഞാൻ ബേസിക്കലി കാണിക്കുന്നുള്ളൂ. 2-3 കുറച്ച് സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടാം. അത് കഴിഞ്ഞ് ബാക്കി ഞാൻ എൻ്റെ ഫുൾ റിവ്യൂവിൽ അത്യാവശ്യം നല്ലോണം സാമ്പിൾസൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അഭിപ്രായം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. This is the 1080p video camera sample of Galaxy M51 from the front camera. This is the rear facing 4K video recording of Galaxy M51 from the
മെയിൻ റിയർ ക്യാമറ.